ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇത് ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്, ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജേണിയാണ് വന്നിരിക്കുന്നത്. woman holding a heart. ഫസ്റ്റ് ചക്ര, ആർക്കഞ്ചൽ മിഖായേൽ. ഇൻ ആൻഡ് യാങ്. ബോട്ടം വന്നിരിക്കുന്നത് ആൾ ടൈഡപ്പ് എന്നുള്ളതാണ്. നമുക്ക് ടാരോ കാർഡ്സ് കൂടി എടുത്തിട്ട് റീഡ് ചെയ്യാതെ. ഹൈ പ്രീസ്റ്റസ്, ദ മൂൺ, ഹെറോഫന്റ്, the fool, five of swords, the star, ace of swords. ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ആൾ ടൈഡപ്പ് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ആകെപ്പാടെ ഒരു പൂട്ടിക്കെട്ടിയ ഒരു അവസ്ഥയിലാണെന്നാണ് കാണുന്നത്. 2+3 5 ആണ്. പക്ഷെ ഇവിടുന്ന് മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഒരു സങ്കീർണമായ ഒരവസ്ഥയാണ്. എന്തൊക്കെയോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ. രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള യാതനകൾ അനുഭവിക്കുന്നു. പക്ഷെ അതിനൊന്നും ഒരു വിലയില്ലാതെ ആയിപ്പോകുന്നു. നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ വീട്ടിലായാലും, നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലായാലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവം ചെയ്യുന്നുണ്ട്. നിങ്ങളത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയും ഒക്കെ നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതം. പക്ഷെ അവിടെ ഒന്നും നിങ്ങൾക്കൊരു വില കിട്ടാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് ഒരു വാല്യൂവും ആരും തരുന്നില്ല. നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടാലും നിങ്ങൾക്കൊരു വാല്യൂ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ എന്ന് കാണുന്നുണ്ട്. അത് മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കുകയും വേണം. എന്നാൽ പോലും നിങ്ങൾക്കൊരു നല്ല വാക്ക് ലഭിക്കുന്നില്ല. സന്തോഷകരമായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത ഒരു സങ്കീർണ അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് സൺ കാർഡിന്റെ എനർജിയാണ് വരുന്നത്. കാരണം ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട്. ഈ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ എത്രയൊക്കെ ശരി ചെയ്താലും, ഇവിടെ നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത്, ഇവിടെ നിങ്ങൾ എത്രയൊക്കെ ശരി ചെയ്താലും 1000 ശരികൾക്കിടയിലാണെങ്കിൽ പോലും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങളോടൊപ്പമുള്ളവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു കെട്ടുപാടിൽ നിന്ന് വെളിയിലേക്ക് വരാൻ ശ്രമിക്കണം. മനസ്സിലായോ? അങ്ങനെ ആരുടെ നല്ലതാണെന്ന് ആരെ കൊണ്ടും പറയിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആരും പറയുകയുമില്ല.
അപ്പോൾ പിന്നെ നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിച്ച് നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക, സ്വന്തം സ്വയം തീരുമാനമെടുത്ത് മുന്നോട്ട് വരിക, ചങ്കൂറ്റത്തോടുകൂടി മുന്നോട്ട് വരിക. അതാണ് വന്നിരിക്കുന്നത് ഇവിടെ. അങ്ങനെയുള്ള കെട്ടുപാടിലല്ല എങ്കിൽ മറ്റുള്ളവരുടെ കെട്ടിലകപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബന്ധനത്തിൽ നിന്നും മുക്തരാവാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ബന്ധനത്തിൽ കഴിയേണ്ട ആവശ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും ഉണ്ട്. അവരവരുടേതായ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം. പക്ഷെ അത് സ്വയം ബലിയാടാവരുത്. മനസ്സിലായോ? ഇവിടെ നിന്ന് മുന്നോട്ട് വരിക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും സന്തോഷത്തിലേക്ക് വരാം. പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളതും സന്തോഷം അനുഭവിക്കാനുമുള്ള സമയം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ജീവിതത്തിലൊരു നല്ല തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ കഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഈ സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളായിട്ട് നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തരുത്. പലരും അങ്ങനെയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്ത് സ്വന്തം സന്തോഷത്തെ വെടിയുക. അത് അനുഭവിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ജീവിതകാലം മുഴുവൻ എങ്ങനെ കഴിയാൻ പറ്റും? ഇവിടെ നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട്. പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ സന്തോഷം അനുഭവിക്കാൻ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെയും ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് പുതിയ തുടക്കം വരുത്താമോ അതേപോലെ എല്ലാം നിങ്ങൾക്ക് സന്തോഷകരമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ജേർണിയാണ്. നിങ്ങൾ ഇപ്പോൾ എവിടെയോ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പായിരിക്കാം. അല്ലെങ്കിൽ ഒരു സമയത്ത് നിന്നും ഒരു കഷ്ടകാലത്തിൽ നിന്നും നിങ്ങൾ നല്ല ഒരു വെളിച്ചത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ചിലപ്പോൾ സന്തോഷിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയാവാം, എവിടെയെങ്കിലുമുള്ള ഒരു യാത്രയാവാം. അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലേ ഇവിടെ സൺകാർഡ് വന്നിരിക്കുന്നത് സന്തോഷത്തിലേക്കുള്ള യാത്രയാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇവിടെ സന്തോഷത്തിലേക്കുള്ള യാത്ര വരുന്നുണ്ട്. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു യാത്ര നടത്തുകയാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒറ്റയ്ക്ക് യാത്ര പോകുന്ന എനർജിയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു യാത്ര നടത്തിയാൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഫ്രീഡം അനുഭവിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു യാത്ര നടത്തിയാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഒരുപാട് ആൾക്കാരെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, പുതിയ സംസ്കാരം മനസ്സിലാക്കാൻ കഴിയുന്നു, മറ്റുള്ളവരുടെ സ്വഭാവം അറിയാൻ കഴിയുന്നു, പല നാടുകള് പല ഭാഷകള് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൂ എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. ആ യാത്ര നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ യാത്രകളിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിക്കും. ജീവിതത്തിൽ ഒരു പരിവർത്തനത്തെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. കാരണം അതുവരെയും അടഞ്ഞുകൂടിയിരുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ഒരു ജീവിതം, അവിടെ നിന്നാണ് പുറം ലോകം കാണാനായിട്ട് ഇറങ്ങിയിരുന്നത്. അല്ലെങ്കിൽ അതുവരെ മറ്റുള്ളവരെ നിങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടാവണം എന്തെങ്കിലും കാര്യത്തിനായിട്ട്, സാമ്പത്തികത്തിന് വേണ്ടിയോ അതുപോലെ മറ്റെവിടെങ്കിലും ഒന്ന് പോകാൻ വേണ്ടിയോ ഒക്കെ നിങ്ങൾ ആരെയെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പരിവർത്തനം വരുന്നുണ്ട്. ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന എനർജിയാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതയാണ്. ജീവിതത്തിൽ തന്നെ ഒരു നല്ല പരിവർത്തനം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അടുത്തതായിട്ട് വിമൻ ഹോൾഡിങ് എ ഹാർട്ടാണ് കാണുന്നത്. ഒരു ഹാർട്ടിനെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്നേഹത്തിന്റെ പ്രതീകമാണല്ലോ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം. സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഡബിൾ 4 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഡബിൾ 4 ഒക്കെ കാണുന്നവരുണ്ടാവാം. സ്റ്റെബിലിറ്റി ആണ്. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തെ നൽകുന്ന എനർജിയാണ്. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനും അവരിൽ നിന്ന് സന്തോഷം ഇങ്ങോട്ട് വാങ്ങിക്കാനും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന എനർജി ഉണ്ടാവാം. സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം പലപ്പോഴും പലരും. പക്ഷെ അതൊന്നും കിട്ടാറില്ല, കിട്ടാതെ പോകുന്ന എനർജി ആവാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ഒരു മാറ്റം വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇവിടെ ഒരു പ്രയത്നം ഉണ്ടല്ലോ, ഈ പ്രയത്നത്തിൽ നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്.
കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് പല ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത് ഹാർട്ട് ചക്രയാണ്, ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്ത് നിങ്ങൾക്ക് ഫിസിക്കലി മെന്റലി ഒക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴിയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചക്ര ആക്റ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഒരു പരിവർത്തനത്തിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് പല വിധത്തിലുള്ള പേടി അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ മൂൺ കാർഡ് വരുന്നുണ്ട്. മനസ്സൊന്ന് ചഞ്ചലമാകുന്ന അവസ്ഥയാണ്. മനസ്സ് ചഞ്ചലപ്പെടുമ്പോൾ എപ്പോഴും വിചാരിക്കണം, ഇതൊരു സ്ഥായിയായ ഒരു അനുഭവമല്ല, സ്ഥായിയായ ഒരു പ്രോസസ് അല്ല ഇത്. മനസ്സ് എപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ചില സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ചാഞ്ചല്യം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്യണം, എന്താണ്, എനിക്കിതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ഉള്ളിൽ ഈ ഒരു സ്വഭാവമില്ല, ഇതിന്റെ ഒരു ആവശ്യവുമില്ല, ഞാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു സക്സസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഹാപ്പി അനുഭവിക്കുന്ന ആളാണ്, ഹാപ്പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഹാപ്പിനെസ് ആണ് എൻ്റെ ലക്ഷ്യം തന്നെയും. അല്ലാതെ എനിക്ക് ഇങ്ങനെയുള്ള ഈ ഒരു എനർജിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചാൽ മാത്രം മതിയാവും. മനസ്സിലായി? ഞാൻ എല്ലായ്പ്പോഴും ഹാപ്പിനെസ് അനുഭവിക്കാൻ ബാധ്യസ്ഥയാണ് അല്ലെങ്കിൽ ബാധ്യസ്ഥനാണ്, എനിക്ക് ഇതാണ് വേണ്ടത്, എൻ്റെ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം തന്നെ ഇതാണ്. അപ്പൊ എന്നൊക്കെ നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ചക്ര ആക്റ്റീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ മറ്റുള്ളവർ അറിയുകയും മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ഹെയറോഫന്റിന്റെ എനർജിയാണ്. പ്രപഞ്ചത്തെ കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയാനുള്ള ഒരു കഴിവ് വരുന്നു. ആ കാര്യങ്ങൾ മറ്റുള്ളവരെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് നയിക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണെന്നും കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഫസ്റ്റ് ചക്ര ആർക്കേഞ്ചൽ മിഖായേൽ എന്നും, ഫസ്റ്റ് ചക്ര എന്ന് പറഞ്ഞ നമ്പർ 8 ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ചക്ര എന്ന് പറയുമ്പോൾ ഏതാണ്, 7 ചക്രാസിൽ റൂട്ട് ചക്രയാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, വേരാണ്, നമ്മുടെ വേരിനെ ബലപ്പെടുത്തണമല്ലോ അല്ലെ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന അങ്ങനെയാണ്, വേരിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്, ഗ്രൗണ്ടഡ് ആവുക. മനസ്സിലായോ? അപ്പൊ അങ്ങനെ പറയാം. അപ്പൊ ഗ്രൗണ്ടഡ് ആവുക എന്ന് പറയുമ്പോൾ അതിലൂടെ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ 10 മിനിറ്റ് രാവിലെ എല്ലാ ദിവസവും മുറ്റത്തൂടെ ചെരുപ്പില്ലാതെ ഒന്ന് നടക്കാൻ ശ്രമിക്കുക. അങ്ങനെ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല വാക്കുകൾ പറയാവുന്നതാണ്. ഞാൻ അനുനിമിഷം വിജയിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ സക്സസ് ആണ്, ഞാൻ അബണ്ടന്റ് ആണ്, ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരും ജീവിതത്തിൽ. റൂട്ട് ചക്ര ആക്റ്റീവ് ആകുന്നതോട് ആദ്യം നമുക്ക് വേണ്ടത് റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഒരു ചെടിയുടെ വേര് ആണോ പ്രധാനം, അതോ അതിന്റെ മരമാണോ, അതോ ഇലകളാണോ? എന്തിനാണ് പ്രാധാന്യമേറിയത്? വേര് മണ്ണിൽ അടിയിലൂടെ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയെങ്കിൽ മാത്രമേ തടി ഉണ്ടാവുകയും അതിൽ ഇലകൾ വരികയും ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ റൂട്ടിനെ ബലപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. രാവിലെ ചിലപ്പോൾ പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഗുണം ഉണ്ടാകും. ഇവിടെ ചക്ര ആക്റ്റീവ് ആ റൂട്ട് ചക്ര മനസ്സിൽ കണ്ടുകൊണ്ടൊക്കെ മെഡിറ്റേഷൻ ചെയ്യുക. റൂട്ട് ചക്രയെ ബലപ്പെടുത്തി വരുമ്പോഴാണ് നിങ്ങൾക്ക് മണി ബ്ലോക്ക് മാറി കിട്ടുന്നത്. മനസ്സിലായി? അങ്ങനെ ഓരോ ചക്രാസിനും ഓരോരോ ഏഞ്ചൽസിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആർക്കേഞ്ചൽ മിഖായേലിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനുഗ്രഹം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചക്രയെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നല്ലതുപോലെ മാറ്റം വരും എന്നാണ് കാണുന്നത്. 3+5 8 ആണ് നമ്പർ. 8 എന്ന് പറയുന്നത് അബണ്ടൻസിന്റെ നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അബണ്ടൻസിലിരിക്കാൻ സാധിക്കും. ഏതൊരു കാര്യത്തിലായാലും ആത്മവിശ്വാസം, കോൺഫിഡൻസ് വേണം, അത് വരും നിങ്ങൾക്ക്. നിങ്ങളുടെ ഉൾഭയമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് കടക്കാനായിട്ട് നിങ്ങൾക്ക് ഉൾഭയം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഇന്റർവ്യൂസിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ ഉൾഭയം ഉണ്ടാവും. അവിടെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കണോ? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല ചില കാര്യങ്ങളെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടൊരു സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കും. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. പുതിയൊരു തുടക്കത്തിലേക്ക് മാറാൻ സാധിക്കും. ഫസ്റ്റ് ചക്രയല്ലേ ഇവിടെ? റൂട്ട് ചക്ര അല്ലെങ്കിൽ ബേസ് ചക്ര എന്ന് പറയുന്നത് ഫസ്റ്റ് ചക്രയാണ്. അപ്പൊ ഇവിടെ അങ്ങനെ ഫസ്റ്റ് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നു. നിങ്ങൾ ആത്മീയതയിലേക്ക് പോകാനുള്ള കഴിവുണ്ടാകുന്ന, നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്നു, സെൽഫ് ലവ് പ്രാക്ടീസ് ആവുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവിടെ എന്താണ് യൂണിവേഴ്സിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരുന്നത്. യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഈ ഫൂൾ എന്ന് പറയുന്നത്. അല്ലാതെ ഫൂൾ വെറും മന്ദബുദ്ധിയാണെന്നുള്ള അർത്ഥമല്ല. ഇവിടെ ജീവിതത്തിൽ ഒരു തുടക്കം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ തുടക്കത്തിലാണ് ആത്മീയതയുള്ളത്. പെട്ടെന്നൊരു അവേക്കണിങ് സംഭവിക്കുകയാണ്. എനിക്കിനി എല്ലാം യൂണിവേഴ്സ് നോക്കിക്കൊള്ളൂ, എനിക്ക് മറ്റൊന്നും തന്നെ വേണ്ട. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്ന സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. പിന്നീട് എന്താണ്? 5 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ഉൾഭയം മാറും. നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ. എല്ലാ വിധത്തിലുമുള്ള ഉൾഭയം നിങ്ങൾക്ക് മാറിക്കിട്ടും ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട്. മനസ്സിലായി? നമ്മൾ പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്തു വരിക. 5 ഓഫ് സോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാനസികമായ സമ്മർദ്ദം, സംഘർഷം ഒക്കെ അനുഭവിക്കുന്ന ഒരു സമയം. ചില കാര്യങ്ങളിൽ നിങ്ങൾ വിചാരിക്കുകയാണ് ഇത് മറ്റുള്ളവരെന്ത് പറയും, അല്ലെങ്കിൽ ചില ഏടാകൂടങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവസ്ഥയാവാം. ഏതെങ്കിലും ചില കുരുക്കുകളിൽ നിങ്ങൾ ചെന്ന് പെട്ടിട്ടുണ്ടാവാം. അതുവഴി നിങ്ങൾക്ക് മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളാവാം, ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളും ആവാം. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇനി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും, എന്നെപ്പറ്റി അവർ ഇങ്ങനെയാണല്ലോ, അപവാദം പറഞ്ഞു വരുത്തിയല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവണം. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നും, ഇത്തരത്തിലുള്ള എനർജിയിൽ നിന്നും മുന്നോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ റൂട്ട് ചക്രയെ ബലപ്പെടുത്തുക അത്യാവശ്യമാണ്. മനസ്സിലായോ? ഇരുന്നുകൊണ്ട് നിങ്ങൾ കൈകൾ രണ്ടും തറയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചിന്തിക്കണം, ഇതിലൂടെ എൻ്റെ ശരീരത്തിലുള്ള നെഗറ്റീവായ എനർജി മുഴുവൻ ഭൂമിക്കുള്ളിലേക്ക് പോയിരിക്കുന്നു എന്ന്. കറുത്ത അഴുക്ക് ഇങ്ങനെ ഭൂമിയിലേക്ക് പോകുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. 1 മിനിറ്റെങ്കിലും അങ്ങനെ സങ്കല്പിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാനസിക സംഘർഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇൻ യാങ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ഡിവൈൻ എനർജിയാണ് ഇൻ യാങ് എന്ന് പറയുന്നത്. അതായത് ഡിവൈൻ മസ്കുലൈൻ എനർജി, ഡിവൈൻ ഫെമിനൈൻ എനർജി കൂടിച്ചേരുന്ന ഒരു അവസ്ഥയാണിത്. ധാരാളമായിട്ട് നിങ്ങളിലേക്ക് പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ഒക്കെ വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെയും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ദൈവാനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 എനർജിയെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് കാണുന്നുണ്ട്. അതിനായിട്ട് ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ ചക്രാസിനെ ബാലൻസ് ചെയ്യുന്ന എനർജിയാണ്. ചക്രാസ് നിങ്ങൾക്ക് ബാലൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫെമിനിൻ എനർജിയും മസ്കുലൈൻ എനർജിയും ബാലൻസ് ചെയ്യാൻ കഴിയും. മനസ്സിലായി? നമ്മുടെ ശരീരത്തിന് ഒരു ഭാഗത്ത് ഒരു എനർജി, മറുഭാഗത്ത് വേറൊരു എനർജി, അങ്ങനെയാണല്ലോ. 2 എനർജി നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുണ്ട്. പക്ഷെ ചില എനർജീസ് കൂടുതലായിരിക്കും. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഇത് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത്. ദൈവികമായ അനുഗ്രഹത്തെ നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും. അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇവിടെ സ്റ്റാറിന്റെ എനർജി വന്നിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് പല വിധത്തിലുള്ള ഉയർച്ചകളിലേക്കും പോകാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എന്തെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണോ, ഏതെങ്കിലും ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരാണോ, അപ്പോൾ ചിലപ്പോൾ കുടുംബത്തിലായാലും അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിങ്ങൾക്കൊരു ഉയർച്ച വരാൻ പോകുന്നുണ്ട്. മനസ്സിലായി? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ നിങ്ങൾക്കൊരു നല്ല പ്രോഗ്രസ് വരികയാണ് ചെയ്യുന്നത്. ആരോഗ്യത്തിൽ ഒരു പ്രോഗ്രസ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. അതുവഴി മറ്റുള്ളവരുടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരോടൊപ്പം ചേർന്ന് ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനും അവരുടെ അതോറിറ്റിയിലേക്ക് പോകാൻ കഴിയും. കാരണം അവർ നിങ്ങളെ അത്തരത്തിലുള്ള സ്ഥാനത്തേക്ക് നിയമിക്കുന്നതായിട്ടും കാണുന്നതായിട്ടും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും. ഒരു ഉയർച്ചയിലേക്ക് ബാലൻസ് ചെയ്ത് ലൈഫിനെ കൊണ്ടുപോകാൻ സാധിക്കും.
മനസ്സിലായി, ഇവിടെ ബാലൻസ് ചെയ്ത് ലൈഫിനെ കൊണ്ടുപോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. എന്താണ് അത് തന്നെയാണ് സ്റ്റാർ കാർഡ് വന്നിരിക്കുന്നത്? നമ്പർ 8 ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അബണ്ടൻസിലേക്ക് പോകാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെയോ ഏസ് ഓഫ് സോഡിന്റെ എനർജി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനാവാം, അതുമല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യാനാവാം, ഏതെങ്കിലും രാജ്യത്തേക്കുള്ള യാത്രയാവാം. ഒന്നുമല്ലെങ്കിലും നിങ്ങൾ ബുദ്ധിപൂർവ്വം എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി അതിലൊരു വിജയം നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് ഈ സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വഴിയിലേക്ക് പോകുന്നുണ്ട്, ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ എന്ന് കാണുന്നുണ്ട്. പുതിയ ചില തുടക്കങ്ങളുടേതായ എനർജിയിൽ. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണ്? നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചില അവസരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വരാനുള്ള സാധ്യതയാണ്. ഇനി ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളോ സാഹചര്യങ്ങളോ ഒക്കെ നിമിത്തം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. തൊട്ട് താഴെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരമുണ്ട്. 3 ഓഫ് കപ്സിന്റെ എനർജിയാണ് തൊട്ട് താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജി ആയാലും നൈറ്റ് ഓഫ് കപ്സ് ആയാലും നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ എനർജി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.